മദ്രസകൾ തുറക്കുകയാണല്ലോ. ഈ സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മദ്രസ വലിയ മഹത്വമുള്ള സ്ഥലമാണ്. മദ്രസയിൽ ഇൽമു പഠിപ്പിക്കുന്ന ഉസ്താദുമാർ വലിയ മഹത്വമുള്ളവരാണ്. മാത്രമല്ല, മദ്രസയിൽ ഇൽമ് പഠിക്കാൻ വരുന്ന നമ്മുടെ മക്കൾ അവരും വലിയ മഹത്വമുള്ളവരാണ്. മാത്രമല്ല, ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്ന ഉമ്മയും അതിനുവേണ്ടി പണം ചെലവാക്കുന്ന ഉപ്പയും ഒക്കെ തന്നെ വലിയ പ്രതിഫലം ലഭിക്കുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ഇൽമ് ഖുർആൻ പഠിക്കുക, ഇൽമു പഠിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ, അപ്പോൾ കുട്ടികളും അത് പഠിക്കുന്നവരും ഒക്കെ തന്നെ വലിയ ശ്രേഷ്ഠതയുള്ളവരാണ്. മാത്രമല്ല, ഖുർആൻ പഠിക്കുന്ന സ്ഥലം, ഇൽമു പഠിക്കുന്ന മദ്രസ, അത് വലിയ മഹത്വമുള്ളതാണ്. അത് നമുക്ക് നാളെ അനുകൂലമായിട്ട് സാക്ഷി നിൽക്കുന്നതാണ്. നമ്മൾ ആ സ്ഥലത്ത് വെച്ച് നല്ലത് ചെയ്തതുകൊണ്ട് നമുക്ക് അനുകൂലമായിട്ട് ആ ഭൂമി സാക്ഷി നിൽക്കും. മാത്രമല്ല, മാതാപിതാക്കൾ അതിന് പണം ചെലവഴിക്കുന്നു. ഖുർആൻ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അവർക്ക്, മാതാപിതാക്കൾക്ക് നാളെ കിരീടം വെച്ച് കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ മാതാപിതാക്കൾക്കും വലിയ മഹത്വമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മദ്രസ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നിസാരമായി കാണാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളും മക്കളും കഴിഞ്ഞ തലമുറകളൊക്കെ മദ്രസയിൽ പഠിച്ചവരാണ്. മദ്രസയിൽ നിന്നാണ് അവർ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് മനുഷ്യന്മാരോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, വുളൂ ചെയ്യേണ്ടത്, ഇങ്ങനെ തുടങ്ങി എല്ലാവിധ അറിവുകളും പഠിക്കുന്നത് മദ്രസയിൽ നിന്നാണ്. മാത്രമല്ല, ഖുർആൻ പാരായണവും ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മക്കൾ മദ്രസയിൽ നിന്ന് പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മദ്രസ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളും നമ്മുടെ മക്കളൊക്കെ താന്തോന്നികളായി ജീവിക്കുന്ന ഒരവസ്ഥ, അറിവില്ലാത്തവരായി ആവുന്ന ഒരവസ്ഥ, നരകാവകാശികളായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ നമുക്ക് അറിവ് തന്നത് നമ്മുടെ മദ്രസയാണ്, നമ്മുടെ ഉസ്താദുമാരാണ്. നമ്മൾ ഏത് രൂപത്തിലാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്നത് നമ്മുടെ മദ്രസകളാണ്, ഉസ്താദുമാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അറിവ് പഠിക്കുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ്. അറിവിൻ്റെ വഴിയിൽ ഒരാൾ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. വിജ്ഞാനത്തിൻ്റെ വഴിയിൽ ഒരാൾ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും എന്ന്. അപ്പോൾ നമ്മുടെ മദ്രസയിലെ മക്കൾ, ഇൽമു പഠിക്കാൻ പോകുന്ന മക്കൾ, അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാവാനാണ് നമ്മൾ ഇൽമു പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഇൽമു പഠിക്കുന്നവർ ആ പഠിക്കുന്ന സ്ഥലത്ത് പോയി വരുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് എന്നാണ്. അഥവാ നല്ല മാർഗത്തിലാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ആ നല്ല മാർഗത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ മലക്കുകൾ അവർക്ക് ചിറക് താഴ്ത്തിക്കൊടുക്കും എന്നാണ്. കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ
ചിറക് അവർക്ക് താഴ്ത്തിക്കൊടുക്കും, അഥവാ അവരോട് വലിയ വാത്സല്യം കാണിക്കും, അവർക്ക് വലിയ പ്രാർത്ഥനയും സംരക്ഷണവും മലക്കുകൾ നൽകും എന്നർത്ഥം. അതുകൊണ്ട് മദ്രസയിൽ നമ്മൾ മക്കളെ പൂർണ്ണമായിട്ട് പറഞ്ഞയക്കണം. ചിലർ 7 കഴിഞ്ഞ് നിർത്തുന്നവർ, 8 കഴിഞ്ഞ്, അതുപോലെ 10 കഴിഞ്ഞ് ഒക്കെ നിർത്തുന്നവരുണ്ട്. അങ്ങനെ ആയിപ്പോകരുത്. നമ്മുടെ നാട്ടിൽ എത്ര മാത്രം മദ്രസ പഠിപ്പിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ മദ്രസ പഠനം കൊടുക്കണം. ശേഷവും നമുക്ക് പഠിപ്പിക്കാൻ കഴിയും. എത്രത്തോളം ഇൽമ് പഠിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ മക്കളെ അറിവ് പഠിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, നമ്മുടെ ചില മക്കൾക്കൊക്കെ ചെറുപ്പത്തിൽ തന്നെ മദ്രസ പഠനത്തിന് സ്കൂൾ തടസ്സമാവാറുണ്ട്. അഥവാ സ്കൂളിലെ വണ്ടി വരും എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ മക്കളെ കൊണ്ടുപോവുകയാണ്. അത് വലിയൊരു പ്രശ്നമാണ്. കാരണം മക്കളുടെ ഖുർആൻ പഠനം പകുതി വെച്ച് പോവുകയാണ്. മദ്രസ പാഠപുസ്തകം എടുക്കുമ്പോഴേക്ക് കുട്ടി പോവുകയാണ്. അത് വലിയ ഒരു അബദ്ധമാണ് എന്ന് ഞാൻ രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് അവരെ മദ്രസക്ക് സൗകര്യമുള്ള സ്കൂളിലാണ് നമ്മൾ അവരെ ചേർത്തേണ്ടത്. മദ്രസ നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ളൊരു സ്കൂളിൽ നമ്മൾ ചേർത്തരുത് എന്നാണ് പറയാനുള്ളത്. മദ്രസക്ക് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കണം, സ്കൂളിന് 2-ാം സ്ഥാനവും. അപ്പോഴാണ് നമ്മളുടെ കുട്ടി 2 വിദ്യാഭ്യാസത്തിലും പുരോഗതി ലഭിക്കുന്നത്. നമ്മൾ ഭൗതികത്തിന് മുൻതൂക്കം കൊടുത്താൽ നമുക്ക് പരാജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചില രക്ഷിതാക്കൾ വിദേശത്തേക്ക് പോകുന്നു. അങ്ങനെ നമ്മുടെ മക്കളുടെ മദ്രസ നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെയും ഉണ്ടാവരുത്. വിദേശത്തേക്ക് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അവിടെ നമ്മൾ അറിവ് കൊടുക്കാൻ ട്യൂഷനോ ഒക്കെ കൊടുക്കണം. ഒരിക്കലും നമ്മൾ മദ്രസയിലെ പാഠങ്ങൾ, അവർക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, നമ്മൾ അവർക്ക് കൊടുക്കേണ്ട അറിവ് കൊടുത്തിട്ടില്ലെങ്കിൽ, മദ്രസയിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, അത് പൂർണ്ണമായി നമ്മൾ മദ്രസ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ നെഞ്ചത്ത് കയറി നാളെ അവർ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, ഞാൻ ഈ നരകത്തിൽ നിന്നൊന്ന് ആശ്വാസം കൊള്ളട്ടെ, ഈ എൻ്റെ അറിവ് പഠിപ്പിക്കാത്ത മാതാപിതാക്കളുടെ ശരീരത്തിൻ്റെ മുകളിൽ കയറി നിന്ന് ഞാനൊന്ന് ആശ്വാസം കൊള്ളട്ടെ ഈ നരകത്തിൻ്റെ ചൂടിൽ നിന്ന് എന്ന് മക്കൾ പറയുമെന്നാണ്. അപ്പോൾ അറിവ് പഠിപ്പിക്കാത്തതിൻ്റെ പേരിൽ, സ്കൂളിൻ്റെ പേരിലും അതുപോലെ മറ്റു പലതിൻ്റെ പേരിലും നമ്മൾ ഭൗതികമായ അറിവ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേ സമയത്ത് നമ്മൾ മതപരമായ അറിവ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ നാളെ ഖേദിക്കേണ്ടി വരും. അപ്പോൾ മതപരമായ അറിവ് നമ്മൾ കൊടുക്കണം. മദ്രസ വിദ്യാഭ്യാസം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. കാരണം മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് പരലോകത്തേക്കും വേണ്ടതാണ്. ഈ ദുനിയാവിൽ ഏതായാലും വേണം, പരലോകത്തേക്ക് അതിലും അത്യാവശ്യമാണ് പരലോകത്തേക്ക് മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മൾ നമ്മുടെ മക്കളെ മദ്രസ ശരിക്ക് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ തന്നെ വഴിതെറ്റിപ്പോകും. അവരൊക്കെ അറിവില്ലാത്തവരായി പോകും. അങ്ങനെ ഒരുപാട് തലമുറകൾ മോശമായി പോകുന്നൊരവസ്ഥ വരും, അറിവില്ലാത്തവരായി പോകുന്നൊരവസ്ഥ വരും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ അറിവ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, നമ്മുടെ മക്കളെ മദ്രസയിൽ നല്ല വൃത്തിയായിട്ട് പറഞ്ഞയക്കണം, നല്ല വൃത്തിയോടുകൂടി പറഞ്ഞയക്കണം, നല്ല വസ്ത്രം ധരിപ്പിക്കണം, അതുപോലെ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം. അതിനൊന്നും നമ്മളൊരിക്കലും മടി കാണിക്കരുത്. മാത്രമല്ല, മദ്രസയിലെ ഫീസ് അടക്കുന്ന കാര്യത്തിലും അതുപോലെ മദ്രസയിലെ മറ്റെല്ലാ കാര്യങ്ങൾക്കും നമ്മളുടെ സജീവമായ സഹകരണം ഉണ്ടാവണം. അതൊക്കെ മദ്രസ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്.
അള്ളാഹുവിൻ്റെ ഇൽമ് പഠിക്കുന്ന സ്ഥാപനം നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. മാത്രമല്ല നമ്മൾ മക്കളെയും മദ്രസയിൽ പോകുന്നത് താല്പര്യമുള്ളവരാക്കി തീർക്കണം. നമ്മൾ തന്നെ മക്കളെ മദ്രസയിൽ പോകുന്നത് താല്പര്യമില്ലാത്തവരാക്കിയാൽ അവർ അകന്നകന്ന് പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ മക്കളെയും നമ്മൾ മദ്രസയിൽ മുഴുവനായി പഠിപ്പിക്കാനുള്ള താല്പര്യവും മദ്രസയോടുള്ള താല്പര്യവും ഒക്കെ ഉള്ളവരാക്കണം എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കൾ മദ്രസയിലൊക്കെ പഠിച്ച് അവർ നല്ലത് ചെയ്താൽ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും. അവർ മദ്രസയിൽ നിന്ന് ഖുർആൻ പഠിച്ചു, യാസീൻ പഠിച്ചു, ഫാത്തിഹ പഠിച്ചു. നമ്മൾ മരണശേഷം ഖബറിൽ കിടക്കുമ്പോൾ നമുക്ക് അവർ ഫാത്തിഹ ഓതിയാൽ, യാസീൻ ഓതിയാൽ, ഖുർആൻ ഓതിയാൽ അത് നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ നമ്മുടെ മക്കൾ ഖബറിൻ്റെ അടുത്ത് വന്നുകൊണ്ട് നമുക്ക് ദുആ ചെയ്താൽ അതും നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് നമ്മളെ മക്കളെ നല്ല ദീനുള്ളവരാക്കി വളർത്തണം. അറിവ് നമ്മൾ പഠിപ്പിക്കണം. ഒരിക്കലും നമ്മൾ മടി കാണിക്കാൻ പാടില്ല. നല്ല താല്പര്യത്തോടുകൂടെ നമ്മുടെ മക്കളെ ഇൽമ് പഠിപ്പിച്ച് വളർത്തുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും അല്ലാഹു തആല പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അവർക്ക് നാഫിയായ ഇൽമിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ മാതാപിതാക്കളാകുന്ന നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.